ചേട്ടാ പൊന്നു മോന്മാരാണ്. അങ്ങനെ അടിസ്ഥാന വോട്ടും വേണ്ട, ജയിക്കുകയും വേണ്ട എന്നൊക്കെ വിചാരിച്ച് ശാസ്ത്രീയ പണികളൊക്കെ ചെയ്യാൻ അറിയാവുന്നുള്ള നേതാക്കളാണ്. അവരൊക്കെ കൊല്ലത്ത് പോയാലും കൊച്ചി പോയാലും അവിടെ ഇരുന്നു കൊണ്ട് പണിയൊക്കെ ചെയ്യാനൊക്കെ മിടുക്കന്മാരാണ്, പണിക്ക് മിടുക്കന്മാരാണ്. സുഹൃത്തുക്കളെ, ഞാൻ ചാലനാസ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർട്ടിയുടെ 100% സീറ്റുകളിലേക്കും UDFന്റെ ഏതാണ്ട് 98% സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷന്റെ ചരിത്രത്തിലാദ്യമായി കേവലം പൊട്ടലും ചീറ്റലുകളും മാത്രമുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. അതും അത്രയും പെട്ടെന്ന്. പൊട്ടലും ചീറ്റലും ഇല്ലാതില്ല, അതൊക്കെ പരിഹരിക്കുവാനുള്ള ദിവസങ്ങൾ വളരെ കൂടുതൽ UDFന്റെ കയ്യിലുണ്ട്. അതാണ് ഒരു നേട്ടം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ആദ്യഘട്ട വിജയം അത് സീറ്റുകളിലേക്ക് എത്ര സീറ്റിലേക്ക് മാറും എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആളല്ല. UDFന് 10 സീറ്റുകളാണ് ഉള്ളത്. അത് തികയ്ക്കുമോ എന്ന് ഒരു സ്വയം വിമർശനാത്മകമായ ചോദ്യങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നുകൊണ്ടിരുന്നതിൽ നിന്ന് വിഭിന്നമായി എതിരാളികൾ പോലും കൂടിപ്പോയാൽ 20 സീറ്റിലേക്ക് പോയേക്കാം എന്നുള്ള തരത്തിലേക്കുള്ള സംസാരത്തിലേക്ക് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് എന്നുണ്ട്. അത് വരുമ്പോൾ നമുക്കറിയാം. തീർച്ചയായിട്ടും അതിനേക്കാളുപരി തോറ്റാലും സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കുറഞ്ഞാലും കൂടിയാലും, ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ഒരു അടിത്തറ ഉണ്ടാക്കുവാൻ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിൽ ഒരു ബേസ് ഉണ്ടാക്കുവാൻ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന് K. മുരളീധരനെ അഭിനന്ദിക്കുന്നു. അതിന് മേയർ സ്ഥാനാർത്ഥിയായി നിൽക്കുവാൻ സമ്മതിച്ച യുവ നേതാവ് ശബരിയെ അഭിനന്ദിക്കുന്നു. മറ്റ് വലിയ അലിമ്പൊന്നും ഉണ്ടാക്കാതെ നിന്ന നേതാക്കളെ എങ്ങനെ നിൽക്കണമെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടാ. പൊന്നു മോന്മാരാണ്. അങ്ങനെ അടിസ്ഥാന വോട്ടും വേണ്ട, ജയിക്കുകയും വേണ്ട എന്നൊക്കെ വിചാരിച്ച് ശാസ്ത്രീയ പണികളൊക്കെ ചെയ്യാൻ അറിയാവുന്നുള്ള നേതാക്കളാണ്. അവരൊക്കെ കൊല്ലത്ത് പോയാലും കൊച്ചി പോയാലും അവിടെ ഇരുന്നു കൊണ്ട് പണിയൊക്കെ ചെയ്യാനൊക്കെ മിടുക്കന്മാരാണ്, പണിക്ക് മിടുക്കന്മാർ.